രാമനിലൂടെ ഭാരതത്തെ അറിയാനുള്ള മഹായജ്ഞത്തിന്റെ പേരാണ് ശ്രീരാമരാജ്യം 2026. സനാതന ധർമ്മ പാഠശാല കോഴിക്കോട് സംഘടിപ്പിച്ച ശ്രീരാമരാജ്യം 2026 രാമായണ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. രാമായണം എന്ന മഹത് ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം കുരുന്നുകൾക്ക് പകർന്നു നൽകുകയാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. രാമായണ ഈരടികളാൽ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ, രാമനെ അറിയുക, രാമരാജ്യ സങ്കല്പത്തിലേക്ക് ഉയരുക. കൂട്ടായ രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും സംഗമത്തിന് ആത്മീയ ഭാവം പകർന്നു. കുട്ടികളിലും യുവതലമുറയിലും രാമായണത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളും ഭാരതീയ സംസ്കാരവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹാസംഗമത്തിന് തുടക്കം കുറിച്ചത്. ഭഗവാൻ ശ്രീരാമന്റെ ധാർമ്മിക ബോധം, ജീവിതത്തിലെ പ്രതിസന്ധികളെ അദ്ദേഹം നേരിട്ട രീതി എന്നിവയിലൂടെ ഭാരതീയ പൈതൃകത്തെ അടുത്തറിയുകയാണ് കുട്ടികൾ. സ്വാമി ജിതാത്മാനന്ദ സരസ്വതി രാമായണ സംഗമം ഉദ്ഘാടനം ചെയ്തു. രാമായണം പോലെ ശ്രേഷ്ഠമായ ഒരു കുടുംബ കഥ നമുക്ക് കാണിച്ചു തരാനില്ല. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് റോൾ മോഡലുകളാണ്. സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കഥ പറയുന്ന ഈ രാമായണമൊക്കെയാണ് നിത്യവും രാമായണം നിത്യവും നമ്മുടെ വീടുകളിലൊക്കെ വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ ധർമ്മത്തിന് അനുഷ്ഠിതമായി നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തണം. രാമായണവും ഭഗവത്ഗീതയും അതുപോലുള്ള എത്രയോ നമുക്കൊരു ഗ്രന്ഥമല്ല, ഒരു ഗ്രന്ഥശാല തന്നെയാണുള്ളത്. ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി അനേകം ആചാര്യന്മാർ, അനേക ആശ്രമങ്ങൾ എന്ന കൂട്ടായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും ഒത്തുചേർന്ന് കൂട്ടായ രാമായണ പാരായണം നടത്തി. രാമായണ വായനയ്ക്ക് പുറമെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടന്നു. ജനം, കോഴിക്കോട്.